ഒരിക്കൽ ആഫ്രിക്കയിൽ നിന്നും ഒരു സമ്പന്നനായ വ്യാപാരിയും കുടുംബവും മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാബൻ ബഥാർ പട്ടണത്തിൽ താമസമാക്കി. ആഫ്രിക്കയിലെ കടുത്ത ചൂടിൽ നിന്നും മംഗോളിയയുടെ തണുത്ത കാലാവസ്ഥയിലേക്കുള്ള ആ മാറ്റം ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം പോലെ വലുതായിരുന്നു. ചുറ്റും അപരിചിതമായ മുഖങ്ങളും ഭാഷയും. വിജയിച്ച വ്യാപാരി ആയിരുന്നുവെങ്കിലും ആ പുതിയ മണ്ണിൽ അദ്ദേഹത്തിന് വേരുകൾ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആശ്വാസവാക്ക് നൽകാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വലിയ ലോകത്ത് താനും തന്റെ കുടുംബവും ഒരു ദ്വീപ് പോലെ ഒറ്റയ്ക്കാണ് എന്ന വസ്തുത അയാളെ അസ്വസ്ഥനാക്കി. ഈ കടുത്ത ഒറ്റപ്പെടലിൽ നിന്നാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം അയാളുടെ മനസ്സിൽ മുളപൊട്ടിയത്. ഈ പുതിയ നാട്ടിൽ എന്റെ വ്യാപാരം പച്ചപിടിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ആ ചോദ്യം അയാളെ വേട്ടയാടി. ഉടനടി തന്റെ അക്കൗണ്ടന്റിനെ വിളിച്ചു വരുത്തി, എന്റെ എല്ലാ വ്യാപാരവും ഇന്ന് നിലച്ചാലും എന്റെ കുടുംബത്തിന് എത്ര കാലം ജീവിക്കാനുള്ള വക എന്റെ കയ്യിലുണ്ട്? ദിവസങ്ങൾ നീണ്ട കണക്കൂട്ടലുകൾക്ക് ശേഷം അക്കൗണ്ടന്റ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ അടുത്ത 2 തലമുറയ്ക്കുള്ളത് ഒരു കുറവുമില്ലാതെ ജീവിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ ആ മറുപടിയിൽ വ്യാപാരിയുടെ മുഖം തെളിഞ്ഞില്ല, മറിച്ച് കൂടുതൽ ഇരുണ്ടു. നേർത്ത ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, അപ്പോൾ എന്റെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോ? ആ ചോദ്യം വ്യാപാരിയുടെ മനസ്സിൽ അശാന്തിയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടു. ആ ചിന്ത അയാളെ ഒരു രോഗിയെ പോലെയാക്കി. രാവും പകലും സ്വസ്ഥതയില്ലാതെ അയാൾ അലഞ്ഞു. വ്യാപാരിയുടെ ദുഃഖം കണ്ട് അക്കൗണ്ടന്റ് പറഞ്ഞു, നമ്മുടെ ഈ പട്ടണത്തിൽ ജ്ഞാനിയായ ഒരു സന്യാസി ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടാൽ ഒരു പക്ഷേ അങ്ങയുടെ മനസ്സിനൊരു പരിഹാരം ലഭിച്ചേക്കാം. അക്കൗണ്ടന്റിന്റെ ഉപദേശം കേട്ട് പിറ്റേന്ന് രാവിലെ തന്നെ വ്യാപാരി നല്ല ഭക്ഷണവുമായി സന്യാസിയെ കാണാൻ പുറപ്പെട്ടു. ആശ്രമത്തിലെത്തിയ വ്യാപാരി താൻ കൊണ്ടുവന്ന ഭക്ഷണം സ്വീകരിക്കണമെന്ന് സന്യാസിയോട് അപേക്ഷിച്ചു. സന്യാസി പുഞ്ചിരിയോടെ പറഞ്ഞു, മകനെ, ഞങ്ങൾ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ഇന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. അത് കേട്ട് വ്യാപാരി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ ഭക്ഷണം നാളത്തേക്ക് എടുത്തു വെച്ചാലും മതി. അപ്പോൾ അങ്ങേക്ക് നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ. സന്യാസി ശാന്തമായി മറുപടി നൽകി, ഞങ്ങൾ നാളെയെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാറില്ല. ഇന്നത്തെ ദിവസം നൽകിയ ദൈവം നാളത്തെ ദിവസവും നൽകും. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുന്നു. സന്യാസിയുടെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ വ്യാപാരിയുടെ ഹൃദയത്തിൽ പതിച്ചു. അയാൾക്ക് തന്റെ തെറ്റു മനസ്സിലായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത ഈ സന്യാസി എത്ര സമാധാനത്തോടെ ജീവിക്കുന്നു. തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ടായിട്ടും ഞാനോ? വരാനിരിക്കുന്ന തലമുറകളെ കുറിച്ച് ഓർത്ത് ഇന്നത്തെ എന്റെ ജീവിതം നശിപ്പിക്കുന്നു. ആ നിമിഷം വ്യാപാരി ഒരു തീരുമാനമെടുത്തു. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് അയാൾ ആ സന്യാസിക്ക് മുന്നിൽ തല കുനിച്ചു. നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങിയ അയാൾ പിന്നീട് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.